നന്നായിരുന്നു അങ്കിൾ. അങ്കിളിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമായിരുന്നു അബു. നീ നിന്റെ ഹോംവർക്കൊക്കെ ചെയ്തു തീർത്തോ? അതെ അങ്കിൾ, സ്കൂളിൽ നിന്ന് വന്ന ഉടൻ തന്നെ ഞാൻ അതെല്ലാം ചെയ്തു തീർത്തു. വെരി ഗുഡ്. ഇന്ന് കഥ കേൾക്കാൻ നീ റെഡിയാണോ? അതെ അങ്കിൾ. നീ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതെ അങ്കിൾ, എനിക്ക് കഥകൾ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ്. അങ്കിൾ ഇന്ന് ഏത് കഥയാണ് പറയാൻ പോകുന്നത്? ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബാക്കി കഥ പറയാം. വേഗം പറയൂ അങ്കിൾ. ശരി, ശ്രദ്ധിച്ച് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദ സ്റ്റോറി ഓഫ് ഖദീജ റളിയല്ലാഹു അൻഹ. വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാർ പ്രവാചകന്റെ അനുയായികളെ പരസ്യമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് അബീസീനിയ ഭരിച്ചിരുന്നത് അൽ നജാഷി എന്ന പേരുള്ള ഒരു ക്രിസ്തീയ രാജാവായിരുന്നു. ഈ ഭരണാധികാരിയുടെ നീതി, സഹിഷ്ണുത, ആതിഥ്യം എന്നിവയെക്കുറിച്ച് പ്രവാചകൻ കേട്ടിരുന്നു. ജനങ്ങൾക്ക് പീഡനം സഹിക്കാവുന്നതിനപ്പുറമായപ്പോൾ അബീസീനയിലേക്ക് കുടിയേറാൻ പ്രവാചകൻ അവരോട് ഉപദേശിച്ചു. ഏതാനും 15 കുടുംബങ്ങൾ അബീസീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇതിനെ ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ ഹിജ്റ എന്നറിയപ്പെടുന്നു. പ്രവാചകന്റെ ദൗത്യത്തിന്റെ 5ാം വർഷത്തിലാണ് ഇത് സംഭവിച്ചത്. കുടിയേറ്റക്കാരെ അവിടുത്തെ രാജാവും ജനങ്ങളും സ്വീകരിച്ചു. താമസിയാതെ മക്കയിലെ ദുഷ്ടപുരോഹിതന്മാരാൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കുറേശ്ശെയായി അവരെ പിന്തുടർന്ന് അബീസീനയിലേക്ക് പോയി. അങ്ങനെ കുടിയേറ്റക്കാരുടെ എണ്ണം 100ഓളമായി. ഇതറിഞ്ഞ് പുരോഹിതന്മാർ കോപാകുലരായി. കുടിയേറ്റക്കാരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് അവർ തീരുമാനിച്ചു. അവർ ഉടൻ തന്നെ കുടിയേറ്റക്കാരെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദൂതന്മാരെ രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. ദൂതന്മാർ രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാജാവ് പാവപ്പെട്ട ആ അഭയാർത്ഥികളെ വിളിച്ചുകൂട്ടി അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അബൂ ത്വാലിബിന്റെ മകനും അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുമായ ജാഫർ അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചു. ഓ പ്രഭോ, ഞങ്ങൾക്ക് അപരിഷ്കൃതമായ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിയമമില്ലായിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്കിടയിലേക്ക് ഒരാളെ അയക്കപ്പെട്ടത്. അദ്ദേഹം പരിശുദ്ധനും സത്യസന്ധനുമായിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കാൻ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കുകയും ചെയ്തു. സത്യം സംസാരിക്കാനും വിശ്വസ്തനായിരിക്കാനും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പ്രവാചകന്റെ അനുയായികളെ അവർ പീഡിപ്പിക്കുകയും വീണ്ടും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അങ്ങ് അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങയുടെ രാജ്യത്ത് വന്നത്. ഇത് കേട്ട് രാജാവ് ആ ദൂതന്മാരോട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവാനും മേലിൽ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നും ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ അനുയായികൾ അബീസീനയിലേക്ക് കുടിയേറിപ്പോയപ്പോൾ പ്രവാചകൻ അവിശ്വാസികൾക്കെതിരെ ശക്തമായി പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവിശ്വാസികളിൽ ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു. മറ്റു ചിലർ അദ്ദേഹത്തോട് തെളിവ് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ അയച്ചത് അത്ഭുതങ്ങൾ കാണിക്കാനല്ല. അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ധർമ്മോപദേശം നൽകാനാണ്. എന്നാൽ പുരോഹിതന്മാർ അദ്ദേഹത്തിന്റെ നിലപാടിനോട് യോജിച്ചില്ല. അവർക്ക് തെളിവ് ലഭിക്കുന്നതുവരെ അള്ളാഹുവിൽ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെ പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയാത്തത്? സത്യനിഷേധികൾ അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ അപര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ മറുപടി പറഞ്ഞു, അടയാളമായി നൂഹ് നബിയെ അയച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുപോലെ സമൂദ് ഗോത്രം ഇന്നെവിടെ? തെളിവ് കാണിക്കുന്നതുവരെ അവർ സ്വാലിഹ് നബിയെ വിശ്വസിച്ചില്ല. അപ്പോൾ അദ്ദേഹം വലിയൊരു പാറയിൽ നിന്നും ജീവനുള്ള ഒരു ഒട്ടകത്തെ വരുത്തി. അവരാവശ്യപ്പെട്ടത് അദ്ദേഹം ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കോപാകുലനായ അവർ ആ ഒട്ടകത്തിന്റെ കാലുകൾ മുറിച്ചു. എന്നിട്ട് അവർ വീണ്ടും അദ്ദേഹത്തെ ധിക്കരിച്ചു. അടുത്ത ദിവസം അവരെല്ലാവരും മരണപ്പെട്ടു. ഖുർആനിൽ 17 സ്ഥലത്തും പ്രവാചകനോട് തെളിവ് ആവശ്യപ്പെട്ട് വെല്ലുവിളിക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും പ്രവാചകൻ ഒരേ മറുപടിയാണ് പറയുന്നത്. കുറച്ചു കഴിഞ്ഞ് പുരോഹിതന്മാർ വീണ്ടും അബൂ ത്വാലിബിനെ സമീപിച്ചു. തന്റെ മരുമകനെ ഉപേക്ഷിക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ
ആദരണീയനായ ആ മനുഷ്യൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പ്രവാചകനെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിച്ചു. ചില പ്രത്യേക സംഭവങ്ങളാൽ മുസ്ലിങ്ങൾക്ക് മേലുള്ള നിരോധനം പിൻവലിക്കാൻ ഖുറൈശികൾ നിർബന്ധിതരായി. അങ്ങനെ 3 വർഷത്തിനു ശേഷം പ്രവാചകരും അനുയായികൾക്കും മക്കയിലേക്ക് മടങ്ങാൻ അനുവാദം നൽകി. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ അമ്മാവനായ അബൂ ത്വാലിബ് മരണപ്പെട്ടു. അദ്ദേഹം പ്രവാചകനെ വളരെയധികം പിന്തുണച്ചിരുന്നു. അദ്ദേഹത്തിന് രോഗം പിടിപെടുകയും ക്ഷീണിതനാവുകയും ചെയ്തിരുന്നു. അവർ മക്കയിൽ തിരിച്ചെത്തി അധികം കഴിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യം മോശമായി. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഭക്ഷണം കുറവായതിനാൽ അവർ സ്വയം കഴിക്കുന്നതിന് പകരം കുട്ടികൾക്കും ഭർത്താവിനുമുള്ളത് വീതിച്ചു കൊടുത്തു. ഒരിക്കൽ മക്കയിലെ ഏറ്റവും ധനികയായി ജീവിച്ച ഒരു സ്ത്രീ അവസാന നാളുകളിൽ ദരിദ്രയായി ജീവിച്ചു. അബൂ ത്വാലിബിന്റെ മരണത്തിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. പ്രവാചകനെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. പ്രവാചകന് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പ്രവാചകന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ വളരെയധികം കഷ്ടപ്പെട്ടു. ആ വർഷത്തെ അദ്ദേഹം ദുഃഖത്തിന്റെ വർഷം എന്ന് വിളിച്ചു. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരോട് വലിയ സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിച്ചിരുന്നു. ഇതാണ് കഥ. അടുത്ത തവണ ഞാൻ മറ്റൊരു കഥ പറയാം. മാഷാ അല്ലാ, അത് നല്ലൊരു കഥയായിരുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ രസകരമായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എനിക്ക് പോകാനുള്ള സമയമായി. താങ്ക്സ്. മഅസ്സലാമ യൂസുഫ് അങ്കിൾ. മഅസ്സലാം. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മഅസ്സലാം അബു. ഗുഡ് ബൈ. ഗുഡ് ബൈ.